ഹായ്, ഞാൻ അബ്ദു പൊയിലാഗ്രാഫാം. ഇന്നത്തെ വീഡിയോ ഹാർഡ് പൂണിങ്. ഇത് റംബുട്ടാന്റെ മരമാണ്. ഹാർഡ് പൂണിങ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പേഴ്സണലായിട്ട് ചോദിച്ചു, റംബുട്ടാന്റെ മരം ഒരുപാട് പൊങ്ങിപ്പോയി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, വലിയ മരമല്ലേ, അതാ ഇങ്ങനെ മുറിക്കുക, 1.5 മീറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്യണ്ടോ. പക്ഷേ ഇവർക്കൊക്കെ പേടി, ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുമെന്ന്. കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിൽ കുറച്ച് COC കോപ്പർ ഓക്സിക്ലോറൈഡ് ഒന്ന് പരട്ടി കൊടുക്കുക. അത് കത്തിയും നമ്മൾ കട്ട് ചെയ്യുന്ന കട്ടറും വാളും ഒക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യണം. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിന്മേൽ ഈ വർഷം ഇനി കായ ഉണ്ടാവില്ല, അടുത്ത വർഷം കായ്ക്കും. പിന്നെ അതാ കംപ്ലീറ്റ് തളിർത്താണ്ടില്ലേ, ഈ തളിര് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ ഒന്നുകൂടി കട്ട് ചെയ്ത് സെറ്റാക്കുക. ഉണ്ടല്ലേ, ഇത് പടന്ന് വരും. എന്നിട്ട് ഏറ്റവും ടോപ്പ് വീണ്ടും കട്ട് ചെയ്യുക. ഉണ്ടല്ലേ, ഇത് ശരിക്കും നമ്മൾ റംബുട്ടാൻ പ്രൂൺ ചെയ്യൽ കായ പറിച്ചതിന് ശേഷമാണ് കേട്ടോ. റംബുട്ടാൻ കായ പറിച്ചതിന് ശേഷമാണ് പ്രൂണിങ് ചെയ്യുക. ഇപ്പം ഇത് ഇപ്രാവശ്യം തന്നെ കട്ട് ചെയ്തതിനോട് നമ്മൾ സെക്കൻഡ് പ്രൂണിങ് ഇപ്പം തന്നെ ചെയ്യാം, കുഴപ്പമില്ല. ഉൾഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഫുള്ളായിട്ട് ഒഴിവാക്കണം. ഈ ഒരുപാട് കമ്പുകളുടെ ഒക്കെ ഒഴിവാക്കിയാണ്. ഇപ്പോൾ റൗണ്ടായി. ഇനി ഇതിൻ്റെ മുകളിൽ വേറെ കമ്പുകൾ വരും. അതിങ്ങനെ ബുഷാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ വവ്വാലോ കിളികളോ ഒന്നും വരാത്ത രീതിയിൽ റൗണ്ടിൽ നെറ്റ് ഇട്ടിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതിൻ്റെ മുകളിൽ കിട്ടും. അതല്ലെങ്കിൽ കംപ്ലീറ്റ് വവ്വാലും തത്തിയും കംപ്ലീറ്റ് കൊണ്ടുപോകും. ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ. ധൈര്യമായിട്ട് മുറിച്ചോളി, ഒരു പ്രശ്നമില്ല. തിളർത്ത് വരും. റംബുട്ടാൻ തിളർക്കും, 100% ഗ്യാരണ്ടി. പിന്നെ 100 പറയില്ല, 99 പറയുള്ളൂ. ചിലപ്പോൾ 1% ഉണങ്ങാനും സാധ്യതയുണ്ട്. എന്ത് സാധനം കട്ട് ചെയ്താൽ ഉണങ്ങാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കത്തി സാനിറ്റൈസ് ചെയ്യണം, കട്ടറാണ് സാനിറ്റൈസ് ചെയ്യണം. പിന്നെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് COC പരട്ടണം. മഴയുള്ള സമയത്ത് ചെയ്യരുത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ തിയറി അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പ്രൂൺ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് കായ പറിക്കാം. ഓക്കെ, ബൈ.